കൊടുക്കണ നിങ്ങൾക്ക് വല്ലതും അറിയോ? വല്ല അറിയോ? വിവരണ്ട. ഇനിയിപ്പോ ചിലപ്പോ കുറച്ചൊന്ന് ഉറങ്ങിയ ഉറക്ക് കിട്ടിയേ കിട്ടി. അത് നേരെ പോയി 6 മണിക്ക് പള്ളിയിൽ പോയി വന്ന് ഈ ഭക്ഷണം കഴിച്ച് നേരെ ഇയാളുള്ള പണിക്കണ്ട് കയറിയാല് നാളെ ഈ സമയത്ത് ഞങ്ങൾ തിരിച്ചണ്ട് വരും. ഇന്നത്തെ ഉറക്ക് ഗോവിന്ദ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 4-5 ദിവസം ഈ പെരുന്നാളൊക്കെ വരും പണി. നിങ്ങൾക്ക് പെരും പണിക്കാരം. கொஞ்சம் தண்ணி எடுத்துட்டு வாங்க. നിന്നെ മറക്കുവോ റിൻഷേ? ആ മറക്കത്തില്ല ഇന്തി. അബുക്ക പോയാ? മറന്നാൽ തലക്കിട്ട് അടിക്കും. സൺഡേ എല്ലാം വാ. എന്താണ്? മറന്നാൽ തലക്ക് അടിക്കും എന്ന് പറയണ്ടേ? എന്നെ മറക്ക അവിടുന്ന് ഞാൻ ഇന്നലെ കാട്ടിയില്ലേ? അത് തീരുമാനമാക്കി. ഇല്ലാന്നല്ലേ മറക്കൂല. ഞാൻ തെരഞ്ഞു വരാം അങ്ങോട്ട്. സൺഡേ വരും ഗായ്സ്. അവിടെ നമുക്കൊരു പണി തന്നിക്കണേ, ഞാൻ എന്നോട് പറയണില്ല. സൺഡേ ഫണ്ടേ. എന്റെ എക്സ് അല്ലേ? അല്ലോ മുള്ളൻക എന്താ ഉണ്ടാക്കുന്ന? ഞാൻ നെയ്ച്ചോറ്. അതിൽ നെയ്ച്ചോറ്. എനിക്ക് എക്സ് ആക്കിയില്ലേ? എക്സ് അല്ല, എക്സ് വേറെ ആളുണ്ട്. അതറിയില്ല. കഥകൾ സൊല്ലട്ടുമാ? ഡ്രസ്സൊക്കെ എടുത്താ? ടീച്ചർ ഇതിനെന്താ പരിപാടി? ടീച്ചർ ഡ്രസ്സൊക്കെ എടുത്താ? ഡ്രസ്സൊക്കെ എടുത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു കറക്കം അത്രേ ഉള്ളൂ. എന്താ പരിപാടി? എങ്ങനത്തെ ടൂറ്? നെയ്ച്ചോറും ബീഫാണോ? നെയ്ച്ചോറും ചിക്കൻ കറി? ടൂറായിട്ടൊന്നും ഇങ്ങനെ പോകുന്നില്ല. പിന്നെ ഇവിടെ ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. ബീച്ചിലെ പോക്ക് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോക്കൊക്കെ ഉള്ളു. ഇനിയിപ്പോ വെക്കേഷൻ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. നിമിഷമുള്ള ഇങ്ങനെ ഒന്നും പണി കൊടുക്കല്ലേ. പിഞ്ചു മനസ്സാണ്. പിഞ്ചു മനസ്സാ ഉള്ള കുടുവാവേ. അതുകൊണ്ടാ മുടിയൊക്കെ അതെല്ലാം ആകും. എന്താ സംഭവം? അതൊക്കെ കുറവാണല്ലോ. ഇന്ത്യ പണി കൊടുത്തതല്ലേ? എങ്ങനെ ഒന്നും പണി കൊടുക്കല്ലേ, പിഞ്ചു മനസ്സാണ്. മുള്ളനിക്ക പറ. എന്ത് മുള്ളനിക്ക? മുടിയൊക്കെ അതിൽ ഇന്ത്യ പണി കൊടുത്തതല്ല. എന്നാലും മുള്ളനിക്ക പാവാണ്. ഞാൻ പാവാ. റിൻഷൻ ഞാൻ ആദ്യം തേച്ചു. ഈ തേച്ചിലുള്ള തെളിവും ചേർത്തുണ്ട് റിൻഷ. ഇതൊന്നും പറയണ്ട. ഇങ്ങനെ തേച്ചിലുള്ള തെളിവും ചേർത്തുണ്ട്. ഞാൻ ആ വോയിസ് കൂടെ കേൾപ്പിക്കും. നിന്നോട് കളിക്കാൻ നിൽക്കരുത്. മുള്ള പാവോ, പഞ്ചപാവം. മുള്ള വിഷു വേൾഡ് ഹായ് പറ്റുന്നില്ല.